ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചിലുണ്ട് ആയിരുന്നു. ഫസ്റ്റ് ഞാൻ ട്രേഡ് എടുത്തിരുന്ന പുട്ട് ഓപ്ഷൻ ആയിരുന്നു. ഞാൻ കരുതിയിരുന്നത് ഇന്നലത്തെ മാർക്കറ്റും 2 ദിവസം മുമ്പുള്ള മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് മേ ബി ഇവിടെ നിന്ന് ഒരു ഡൗൺഫോൾ ആയിരിക്കും ഇനി കണ്ടിന്യൂ വരുന്നത് എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റിലോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രേഡ് എടുത്ത് അപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു റേഞ്ചിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു റേഞ്ചിൽ തിരിച്ച് വന്നപ്പോഴത്തേനും ഞാൻ പിന്നെ ഒരു ബൈ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഏകദേശം ഈ ഒരു റേഞ്ചിലും ടാർഗറ്റ് ഞാൻ ഏകദേശം വെച്ചിരുന്നത് 82622 വരെ എത്തും എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ഇരുന്നിരുന്നത്. പക്ഷേ മാർക്കറ്റ് പിന്നെ അതിനുശേഷം ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആയപ്പോഴത്തേനും സൈഡ് വേസ് മൂവ്മെന്റ് പോലെ ഇങ്ങനെ വന്നപ്പോഴത്തേനും ഞാൻ പിന്നെ അധികം നേരം പിന്നെ വെച്ചോണ്ടിരുന്നില്ല. ഈ ഒരു മൂവ്മെന്റിൽ ഒരു 10:30 ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇപ്പോഴും നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് തിരിച്ചൊരു ഫോൾ വരാൻ വലിയ ചാൻസ് ഒന്നും കാണുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആയിരിക്കും ഞാൻ ഈ വരുന്ന ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ. ഇന്നെന്തായാലും ഒരു 7,000 അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ ആ ലോസ് 2,000 അടുപ്പിച്ച് ആ ലോസ് പോയത് കൊണ്ട് 7,000 ആയി. അല്ലെങ്കിൽ ഒരു 8,000 9,000 റേഞ്ചിൽ ഇന്ന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഡേയും കൂടെ ആയിരുന്നു. എന്തായാലും ഇന്നലെയും എനിക്കൊന്നും ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തിരക്കുകൾ കാരണം. അപ്പോൾ ഇന്നാണ് ട്രേഡ് ഒന്ന് എടുക്കാൻ പറ്റിയത്. എന്തായാലും നെക്സ്റ്റ് വീക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം.